ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ? ഇന്നത്തെ ദിവസം ഏട്ടന് രാവിലെ ഓഫീസിൽ പോകേണ്ടതാണ്. ഒരു 5:15 കഴിയുമ്പോൾ ഏട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ ഒരു സമയത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാവുന്നത് ഏട്ടൻ ഇങ്ങനെ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലാണ് കേട്ടോ. ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശ സാമ്പാറാണ്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലും ആള് തിരക്ക് പിടിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പരിപാടിയിലാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ 700 സബ്സ്ക്രൈബേഴ്സ് കവിഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീഡിയോകളിലൊന്നും കാണുന്ന ആൾക്കാരെ വെറുപ്പിക്കണ്ടെന്ന് ആലോചിച്ചിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പറയാറുണ്ടായിരുന്നില്ല. ഞാനിനി അത് പറയാത്തത് കൊണ്ട് നിങ്ങളാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ ആൾക്കാരും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് പരിഗണിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അങ്ങനെ ഏട്ടൻ എന്തായാലും ഓഫീസിൽ പോയിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് മൂടി പൊതിച്ച് കിടന്നു. പ്ലേ സുപ്രഭാതം. Sri Venkateshwara Suprabhatam by M.S. Subbalakshmi from Spotify. വീണ്ടും ഉറങ്ങാനുള്ളൊരു ഉദ്ദേശത്തിൽ മൂടിപ്പൊതിച്ച് കിടന്നെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പുറത്തു വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. രാവിലെ എന്തായാലും എണീറ്റ സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് നമുക്ക് പോയിട്ട് വരാം. സ്മോൾ ഹാബിറ്റ് ബിഗ് ഇമ്പാക്റ്റ്, അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് കൃത്യമായി വിരിച്ചിടുന്നത് ഒരു നല്ല ശീലമാണ്. ഒരു ദിവസത്തെ മൊത്തം പ്രൊഡക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ടും നിർത്താനുള്ള പവർ ഈ ഒരു ശീലത്തിനുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു ഈസ്തറ്റിക് വൈബിന് ഈ നീല കേട്ടൻ അങ്ങോട്ട് സ്യൂട്ട് ആവുന്നില്ല. കുഴപ്പമില്ല, എന്താണേലും ഇനിയും സമയമുണ്ടല്ലോ. ഇനി അധികം വാചകം അടിക്കാതെ വേഗം പോയിട്ട് പല്ല് തേക്കട്ടെ. എഴുന്നേറ്റ് കുറച്ചു നേരം വരെയൊക്കെ പല്ല് തേക്കാതിരിക്കുന്നത് നോക്കിയാണ്, പക്ഷെ ഒരുപാട് അങ്ങോട്ട് വൈകിയാൽ എനിക്ക് അത്രയൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. സ്റ്റാർട്ടിങ് എ ഡേ വിത്ത് പോസിറ്റീവ് തോട്ട് ഈസ് ലൈക്ക് ഗിവിങ് യുവർ മൈൻഡ് എ ഫ്രഷ് കപ്പ് ഓഫ് കോഫി. പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം നമുക്ക് ഓരോ പണികളായിട്ട് ചെയ്തു തുടങ്ങാം. ഏട്ടൻ ഇന്ന് രാവിലെ ധൃതി വെച്ച് പോയതുകൊണ്ട് രാവിലെ കഴിച്ച പാത്രം അവിടെ തന്നെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. നമുക്ക് ടേബിൾ ക്ലിയർ ചെയ്യുന്നത് മുതൽ തുടങ്ങാം. ചെയ്യുന്ന ജോലി അതെന്ത് തന്നെ ആയാലും ഞാൻ എൻ്റെ മനസ്സിൽ പറയാറുള്ള 2 കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യാതിരിക്കുക. വർക്ക് ഹാർഡ്, വർക്ക് സ്മാർട്ട്, നോട്ട് ഹാർഡ്. ഈ ക്ലീനിങ് പരിപാടിയിൽ എന്നെ ഇഷ്ടപ്പെടുത്തി നിർത്തുന്ന ഒരു കാര്യമാണ് ഈ നല്ല സ്മെല്ലുള്ള ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ക്ലട്ടേർഡ് ആയിട്ടിരിക്കുന്ന സ്പേസുകളൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കുമ്പം എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നത് പോലെയാണ് തോന്നാറ്. ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം റിമൈൻഡ് ചെയ്യാനുണ്ട്. നമ്മളുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ കാര്യങ്ങൾ ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നതും നമ്മൾ നോർമലൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോണ്ടൻറ്റ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പല കോൺഫ്ലിക്ട്സ് മനസ്സിൽ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. എല്ലാവരുടെയും ലൈഫിലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രമാണല്ലോ നമ്മൾ കാണുന്നത്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ലൈഫിലെ നല്ലതിനെയെല്ലാം നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചീത്തതിനെയെല്ലാം ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ ഇഫ് തിങ്സ് ആർ നോട്ട് ഓൾവേസ് ഇൻ ഓർഡർ. ലൈഫ് ഈസ് ഇൻ പെർഫെക്റ്റ് ആൻഡ് ദാറ്റ്സ് നോർമൽ. ആൻഡ് റിമെമ്പർ, ബാലൻസ് ഈസ് ദ കീ. കഥയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. സിറ്റ് ഔട്ടും കാർ പോർച്ചും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടിപ്പുരയുടെ ഭാഗം കൂടി ഒന്ന് വൃത്തിയാക്കാം. മുറ്റത്ത് കാര്യമായിട്ടുള്ള ചവറുകളൊന്നുമില്ല, അതുകൊണ്ട് മുറ്റം അടിക്കൽ നാളെ ആക്കാമെന്ന് ഞാൻ കരുതി. രാവിലെ ഇങ്ങനെ ജോലികൾ ചെയ്യുന്ന സമയത്ത് പണ്ട് ചെയ്തതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട്. പണ്ടൊക്കെ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ 1000 കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഒരാവശ്യമില്ലാതെ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ടോ ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചോ ഒക്കെ ആലോചിച്ച് ചുമ്മാ എൻ്റെ മനസ്സമാധാനം ഞാൻ കളയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ചെടി നനയ്ക്കുന്ന സമയത്ത് ചെടിയിലെ ഇലകൾ, അതിൽ വരുന്ന പൂക്കൾ, അതിൽ മൊട്ടിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇലകൾ നനയുന്നത്, അങ്ങനെ ആ ജോലിയിലേക്ക് പൂർണ്ണമായിട്ടും അങ്ങ് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും. പൂർണ്ണമായി ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ആ ഒരു നിമിഷത്തിലെ കുറിച്ച് കൂടുതൽ അവെയർ ആകാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പണികൾ ഏകദേശമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വീടൊന്ന് തൂത്തതിന് ശേഷം കുളിച്ച് നമുക്ക് റെഡിയാവാം. അങ്ങനെ ഞാൻ കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിയായിട്ടുണ്ട്. ദോശ കഴിക്കാനും വേണ്ടിയിട്ടുള്ളൊരു വിശപ്പ് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആപ്പിൾ കഴിക്കാം.
നേരം ഇപ്പൊ കറക്റ്റ് 10 മണിയായിട്ടുണ്ട്. ഇനി എനിക്ക് ഒട്ടും സമയമില്ല. ഞാൻ എന്നാ പോയിട്ട് വരാട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.